ഗുഡ് മോർണിംഗ് ടീം. നമുക്ക് നേരിട്ട് കിട്ടിയിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ അഡാസ് ആണ്. അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം എന്നാണ് അഡാസിന്റെ ഫുൾ ഫോം വരുന്നത്. ഹ്യുണ്ടായി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2022 ഓഗസ്റ്റിലാണ്. ഏകദേശം 3 years ആയിട്ടുണ്ട്. ടുസോൺ എന്ന് പറഞ്ഞ വെഹിക്കിളിലാണ് ആദ്യമായിട്ട് അഡാസ് വന്നത്. അഡാസിന്റെ മെയിൻ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ എറേഴ്സ്, മനുഷ്യന്മാരുടെ സംഭവിക്കുന്ന ചെറിയ ചെറിയ മൈന്യൂട്ട് എറേഴ്സൊക്കെ AI യൂസ് ചെയ്ത് അഡ്വാൻസ് ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് ഒരുവിധം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് അഡാസിന്റെ മെയിൻ തീം എന്ന് പറയുന്നത്. സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. മറ്റ് നമ്മളിപ്പം ഹ്യൂമൻ എറേഴ്സിനെ ഒരു പരിധി വരെ അഡാസ് എററിനെ കറക്റ്റ് ചെയ്യും കുറേയൊക്കെ. അതായത് ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ വണ്ടിയിൽ ഓടിച്ചു പോകുന്ന ഫ്രണ്ടിൽ ഒരാൾ പെട്ടെന്ന് വട്ടം ചാടുക, അല്ലെങ്കിൽ പെട്ടെന്ന് വെഹിക്കിൾ ക്രോസ് ചെയ്യുക, സൈക്കിള് ക്രോസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെഹിക്കിൾ നമ്മൾ ഇൻ കേസ് നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും വെഹിക്കിൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ബ്രേക്ക് ചെയ്യും. അതായത് ഫോർവേഡ് സേഫ്റ്റി ഭാഗമായിട്ട് വരുന്നൊരു ഫീച്ചറാണ്. അഡാസ് നമുക്ക് 2 ലെവൽ അഡാസാണ് നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ലെവൽ 1, അത് വെന്യൂലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ലെവൽ 2 ആണ്. ലെവൽ 2 ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വരുന്ന ക്രെറ്റ, വെഹിക്കിൾസ്. പിന്നെ ഇതിനകത്ത് തന്നെ ഫീച്ചേഴ്സിനകത്ത് ഇപ്പം ക്രെറ്റ സ്റ്റാർട്ടിങ് വരുന്നത് 15 ഫീച്ചേഴ്സ്, ഇടയ്ക്ക് വരുന്നത് 17 ഫീച്ചേഴ്സ്, പിന്നെ 19 ഫീച്ചേഴ്സ്, ടുസോണൊക്കെ പോകണമെങ്കിൽ 21 ഫീച്ചേഴ്സ്, ഇങ്ങനെ അധികം ഫീച്ചേഴ്സിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നത്. സോ അതിനകത്ത് അഡാസിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ക്രൂസ് കൺട്രോളാണ്. സോ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഹൈവേയിൽ ക്രൂസ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ചു. സാധാരണ ക്രൂസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ജസ്റ്റ് സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റും, വണ്ടി തന്നെ ബ്രേക്ക് ചെയ്യാം. നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ട് ഓഫ് ആവും, പിന്നെ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം സ്മാർട്ട് ക്രൂസ് കൺട്രോളിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ വണ്ടി ഫ്രണ്ടിലെ വണ്ടി ബ്രേക്ക് ചെയ്യാണ്ടോ സ്ലോ ചെയ്യുമ്പോഴോ നമ്മുടെ വീട്ടിലത് ആ സ്പീഡിനെ അഡോപ്റ്റ് ചെയ്ത് നമ്മുടെ വണ്ടി സ്ലോ ഡൗൺ ആവും. ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി ബ്രേക്ക് ആവും. പിന്നെ അതിനുശേഷം വണ്ടി എടുത്ത് പോകുമ്പോൾ നമ്മുടെ വണ്ടി വീണ്ടും റീസ്റ്റാർട്ട് ആവും. ഇതിനൊപ്പം തന്നെ ലൈൻ കീപ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പോയാണ്. നല്ല ലൈനൊക്കെ ഉള്ളൊരു വഴിയിലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട, വെഹിക്കിൾ വണ്ടി തന്നെ കുറേയൊക്കെ മാനേജ് ചെയ്തു. പിന്നെ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ എല്ലാം വണ്ടി തന്നെ ചെയ്യുന്നുള്ളതല്ല, ഇതൊരു പരിധി വരെ നമ്മൾ ആ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു പരിധി വരെയുള്ളൂ. നമ്മൾ മാക്സിമം നമ്മളെ നോക്കണം. ബാക്കി വരുന്ന ഒരു എററിനെ അത് കറക്റ്റ് ചെയ്യും. അതാണ് അഡാസിന്റെ ഒരു ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എൻ്റെ ഫീച്ചേഴ്സ് എനിക്ക് അഡാസ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റമാണ്. കൂടുതൽ എനിക്ക് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ബിഗിനിങ് ആയതുകൊണ്ട് തന്നെ ക്രെറ്റ പോലത്തെ വലിയ വാഹനങ്ങളിൽ കയറിയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ചുറ്റുമുള്ള ബ്ലൈൻഡ് സ്പോട്ട്സ് കാണാൻ പറ്റില്ല. ഒരു ടേൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടേൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റിവേഴ്സ് വരുമ്പോഴൊക്കെ ബ്ലൈൻഡ് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യാനും അതൊന്ന് ജഡ്ജ് ചെയ്ത് അതനുസരിച്ച് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ചെയ്യുന്നത്. അഡാസിലേക്ക് വരുമ്പോഴത്തേക്ക് അത് നമുക്ക് ആ ഒരു സ്ക്രീൻ ക്ലസ്റ്ററിൽ തന്നെ ഫസ്റ്റ് ഇൻഡിക്കേഷൻ വരും, ഒരു വാർണിംഗ് കിട്ടും. നമ്മൾ അതും കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്